മൂത്ത മകനും ഭാര്യയും കൂടെ മാറി താമസിച്ചു. എന്നാൽ ഇവർ മാറി താമസിച്ച ശേഷം ഇളയ മരുമകളും മകനോട് ഭയങ്കര ഫോഴ്സ്ഫുള്ളി പറയാണ് ഇവിടുന്ന് മാറി താമസിക്കണം, അവരുടെ വീട്ടിൽ പോയി താമസിക്കണമെന്ന് ഭയങ്കര ബഹളം. പക്ഷേ ഇളയ മകൻ സമ്മതിച്ചില്ല. അമ്മ തന്നെ ഉള്ളൂ, നമ്മളിവിടെയാണ് നിൽക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് മകൻ സമ്മതിച്ചില്ല. അങ്ങനെ ആ മരുമകൾ ദേഷ്യപ്പെട്ട് പിണങ്ങി അങ്ങ് പോയി. അപ്പോൾ അമ്മ ആ മകനോട് പറഞ്ഞു, നീ വേണേൽ അവിടെ പോയിക്കോ, കാരണം എനിക്കിപ്പോൾ ആരോഗ്യമൊക്കെ ഉണ്ട്, കുഴപ്പങ്ങളൊന്നുമില്ല, നീ അവളോട് പോയി അവരുടെ വീട്ടിൽ കഴിഞ്ഞു, പ്രശ്നമൊന്നും ഇല്ലെന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, അമ്മ ഇപ്പം തന്നെ അവർ ഭയങ്കര ഭീഷണിയും മറ്റു ബഹളങ്ങളുമാണ്, ഞാൻ അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ ഒരു അടിമയെ പോലും ഞാൻ കഴിയേണ്ടി വരും. ഇതെൻ്റെ വീടാണ്, ഞാൻ അധ്വാനിക്കുന്നുണ്ട്, ഞാൻ സമ്പാദിക്കുന്നുണ്ട്, അവൾ എൻ്റെ കൂടെ നിൽക്കേണ്ടവളാണ്, അതുപോലെ ഈ വീട് എനിക്കുള്ളതല്ലേ, ഞാനിതിനെ അവിടെ വീട്ടിൽ പോയി നിൽക്കേണ്ട ഒരു ആവശ്യം എന്ന് ചോദിച്ചു. അങ്ങനെ മകൻ വാശിപ്പുറത്ത് പോയില്ല, അതുപോലെ അമ്മ തന്നെയായി പോയില്ല എന്നൊരു കാരണം കൊണ്ടും പോയില്ല. എന്നാൽ ഈ ഇളയ മരുമകൾ അവളുടെ വീട്ടിൽ പോയ ശേഷമാണ് മനസ്സിലാവുന്നത് ഇതിനെല്ലാം കാരണക്കാരി മൂത്ത മരുമകളായിരുന്നു. കാരണം ഇളയ മരുമകളെ പറഞ്ഞ് ചാണകേറ്റിയതും എല്ലാം മൂത്ത മരുമകളാണ്. പക്ഷേ ഈ അമ്മയ്ക്ക് അതുകൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. എന്താണ് മൂത്ത മരുമകൾക്ക് ഇത്രയും ദേഷ്യം അമ്മയുടെ കൂടെ നിന്ന സമയത്ത് യാതൊരുമായ പ്രശ്നമില്ലായിരുന്നു, വളരെ സ്നേഹത്തോട് കഴിഞ്ഞ മരുമകളാണ്, എന്താണ് ഈ മരുമകൾക്ക് ഇത്രയും ദേഷ്യം എന്നുള്ളത്. അങ്ങനെ വീടുകൾ തമ്മിലുള്ള സംസാരമായി. ഇത്രയും തോന്നാൻ കാര്യമല്ല, ഇവരുടെ വീട്ടിൽ നിന്ന് പോയോ അതിനുശേഷം മകൻ അമ്മയെ വിളിക്കുകയോ അമ്മയോട് സംസാരിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. ഈ അമ്മ പറഞ്ഞു,